ഞങ്ങൾ ബലിവേദി ബലിയർപ്പണത്തിനായുന്നിതാ. യേശുക്രിസ്തുവിനുള്ള വിശ്വാസം വഴി നിങ്ങളെല്ലാവരും ദൈവപുത്രന്മാരാണ്. ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി ജ്ഞാനം സ്വീകരിച്ചിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. യഹൂദനെന്നോ ഗ്രീക്കുകാരെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ല. നിങ്ങളെല്ലാവരും യേശുക്രിസ്തുവിൽ ഒന്നാണ്. നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ അബ്രാഹത്തിന്റെ സന്തതികളുമാണ്, വാഗ്ദാനമനുസരിച്ചുള്ള അവകാശികളുമാണ്. സമാധാനം നിങ്ങളോടുകൂടെ. സുവിശേഷം 3:13. യേശു യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിക്കുവാൻ ഗലീലയിൽ നിന്ന് യോർദാനിൽ അവന്റെ അടുക്കിലേക്ക് വന്നു. ഞാൻ നിന്നിൽ നിന്ന് സ്നാനം സ്വീകരിക്കേണ്ടിരിക്കെ നീ എന്റെ അടുക്കിലേക്ക് വരുന്നുവോ എന്ന് ചോദിച്ചുകൊണ്ട് യോഹന്നാൻ അവനെ തടഞ്ഞു. എന്നാൽ യേശു പറഞ്ഞു, ഇപ്പോൾ ഇത് സംഭവിക്കുക, അവനെ സർവ്വനീതിയും പൂർത്തിയാക്കുക ഉചിതമാണ്. അവൻ സമ്മതിച്ചു. സ്നാനം കഴിഞ്ഞയുടൻ യേശു വലത്തുനിന്ന് കയറി. അപ്പോൾ സ്വർഗ്ഗം തുറക്കപ്പെട്ടു. ദൈവാത്മാവ് കാവ്യ രൂപത്തിൽ തന്റെ പേര് വരുന്നത് അവൻ കണ്ടു. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന ഒരു സ്വരം സ്വർഗ്ഗത്തിൽ നിന്ന് കേട്ടു. നിന്റെ കൽപ്പനാനുവർത്തിക്കുന്ന ഞങ്ങളെ ദീർഘം പാർക്കണമേ. ഭൂമിയിൽ സ്വർഗ്ഗരാജ്യം സ്ഥാപിക്കുവാൻ നീ നിയോഗിച്ച സഭ ഞങ്ങളുടെ ആ ദൗത്യം പൂർത്തിയാക്കട്ടെ. എല്ലാവരും ഒരു എന്റെ കീഴിൽ ഒരു ആലയത്തിൽ ഉൾച്ചേരുന്ന എന്റെ രക്ഷാദിനം വേഗം സംജാതമാകട്ടെ. ഞങ്ങൾ പരിക്രമം ചെയ്യുന്ന ഈ വിശുദ്ധ കൂടാഴ്ച ശിശുവിനെ യേശുവിലേക്ക് കവാടമായി
സകലത്തിന്റെയും നാഥ നമുക്ക് വിശ്വാസമാണ് പറയാം. സർവ്വത്തിന്റെ പിതാവും നഷ്ടപ്പെട്ടു പോയവരെ അന്വേഷിച്ചു കണ്ടെത്തുകയും ചിതറിപ്പോയവരെ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യുന്ന കർത്താവേ, എന്റെ സഭയിൽ പുരോഹിത സൃഷ്ടി ചെയ്യുവാൻ വിനീതനായ ദാസനെ നടത്തുവല്ലോ. സകല നീതിയും പൂർത്തിയാകുവാൻ വേണ്ടി യോർദാനിൽ വെച്ച് മാമോദിസ സ്വീകരിക്കുകയും മാമോദിസ നൽകുവാൻ സ്ത്രീകന്മാരെ നിയോഗിക്കുകയും ചെയ്ത കർത്താവേ, ഈ കൂടാരത്തെ ദാവീദ് പരികർമ്മം ചെയ്യുവാൻ എന്നെ യോഗ്യനാക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. കർത്താവായ ദൈവമേ, വിശുദ്ധാത്മാവിന്റെ അവസ്ഥകൾ സോദരിക്കപ്പെട്ട ഈ തൈലം കൊണ്ട് വിശുദ്ധരാകുന്ന ദാസന്മാർ ദാസരെയും രാജ്യബോധത്തിന് പങ്കുകാരാക്കുകയും വിശുദ്ധാത്മാവിനെ ആളുകളാക്കുകയും അനുഗ്രഹിക്കണേ. പിതാവ് വിശുദ്ധാത്മാവുമായി കർത്താവായ ദൈവമേ, യോർദാനിൽ വെച്ച് മാമോദിസ സ്വീകരിച്ചപ്പോൾ ഈശ്വരമേ ഇറങ്ങി ജീവനും മനുഷ്യപ്രകൃതിയും അവയോഗികളുമായ വിശുദ്ധാത്മാവ് വിശ്വാസം തുടങ്ങിയിട്ടുണ്ട്. അവിടുന്ന് ആവശ്യിക്കുന്ന ഈ ജലത്തിൽ ഞാൻപ്പെടുന്നവർക്ക് രക്ഷ ലഭിക്കുമാറാകട്ടെ. ശരീരത്തിലും ആത്മാവിലും പ്രവർത്തിക്കപ്പെട്ട് അങ്ങേക്ക് സൂക്ഷിച്ച് ചെയ്യാനും ബഹുമാനങ്ങളും സമർപ്പിക്കുവാൻ ഞങ്ങളിലൂടെ ചെയ്യട്ടെ, എപ്പോഴും എപ്പോഴും. മാമോദിസയുടെ പാപം നൽകി ആത്മീയ ജന്മം നൽകുന്ന പുതിയ ഉദരമായി തരുവാൻ ഈ ജലം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആശീർവദിക്കുകയും ചെയ്തിരിക്കുന്നു. ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആഞ്ജലി തൈലം കൊണ്ട് സേവനം ചെയ്യുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആഞ്ജലി മാമോദിസ മുഖപ്പെടുന്നു. നിലനിൽക്കുകയും സുഖമായി ജീവിക്കുവാൻ നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. ലോകത്തിന്റെ പ്രകാശമായി വിശ്വസിക്കാൻ നിനക്ക് മാർഗദീപമായിരിക്കട്ടെ.